പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടി അങ്ങേ തിരുസന്നിധിയിൽ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശുദ്ധമോണിക്ക പുണ്യമതിയുടെ നൊവേനിലൂടെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ നൊവേനയിലൂടെ അങ്ങ് ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, ഞങ്ങളുടെ മക്കളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് മുതല് വലിയൊരു അഭിഷേക ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ തിരഹിത പ്രകാരം ഒരുക്കിക്കൊണ്ട് മുടങ്ങാതെ പ്രാർത്ഥിച്ച് അങ്ങയിൽ ഉറച്ചു നിൽക്കുന്ന ഈ മക്കളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ അങ്ങയുടെ ശക്തമായ ഇടപെടലിനാലും അങ്ങയുടെ ജീവന സമൃദ്ധിയാലും സ്വർഗത്തിന്റെ സഹായത്താലും അതിസ്വാഭാവികമായ കൃപകളാൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2024 ഓഗസ്റ്റ് 27 മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ദിനത്തിൽ നമ്മൾ ആരംഭിച്ച മോണിക്ക പ്രയർ, പിന്നീട് അങ്ങോട്ട് മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന ഒരു വർഷം പൂർത്തിയാക്കി ഈ 27 അതിനുശേഷം 9 ദിവസത്തെ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിലുള്ള നൊവേന പ്രാർത്ഥനയില് നമ്മൾ പങ്കെടുത്തു. വലിയ അഭിഷേകത്തോടെ, ശക്തിയോടെ സ്വർഗം ഇടപെട്ട് കൃപയുടെ സമൃദ്ധിയില് നമ്മെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇന്ന് പുതിയൊരു ശുശ്രൂഷ ആരംഭിക്കണം. ഇതിനോട് ചേർന്ന് തന്നെ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ ഈ കാലഘട്ടത്തില് വലിയ അഭിഷേകത്തില്, ശക്തിയില് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്ന പേരിതാണ് കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ. നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കണം. നമുക്കറിയാം, നഷ്ടപ്പെട്ട കുടുംബങ്ങള്, നഷ്ടപ്പെട്ട ദാമ്പത്യ ജീവിതങ്ങള്, നഷ്ടപ്പെട്ടു പോയ മക്കള്, നഷ്ടപ്പെട്ടു പോയ സാമ്പത്തിക ഭദ്രത, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, നഷ്ടപ്പെട്ടു പോയ സമാധാനം, നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ സൗഖ്യം, നഷ്ടപ്പെട്ടു പോയ സുരക്ഷിതത്വം, ഇതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം. ദിവസങ്ങളൊക്കെ ഇനി അങ്ങോട്ട് എന്തായിരിക്കണം ദൈവമേ ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടത് എന്ന് പ്രാർത്ഥിച്ചപ്പോ, ദിവ്യകാരുണ്യ സന്നദ്ധിയില് മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിച്ചപ്പോ, യാത്രയിലും പ്രാർത്ഥനയിലും ഒക്കെ തമ്പുരാനോട് ചോദിച്ചപ്പോ ദൈവം പറഞ്ഞ വലിയൊരു കാര്യമാണ് കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ, മക്കളെ തിരിച്ചു പിടിക്കാൻ, കുടുംബത്തെ നിറച്ച് സ്നേഹിച്ച് കരുത്തില്, ശക്തിയില്, ദൈവത്തിന്റെ നാമത്തില് നമ്മൾ തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി ഒത്തിരിയേറെ മേഖലകളിലൂടെ കർത്താവ് ഇപ്പോൾ തന്നെ ഒത്തിരി മേഖലകൾ തുറന്ന് തന്നു കഴിഞ്ഞു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടം എന്നത്തെക്കാളുമേറെ തിന്മ നിറഞ്ഞ കാലഘട്ടമാണെന്ന് പല അനുഭവങ്ങളിലൂടെ, സത്യങ്ങളിലൂടെ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ശക്തി സ്വന്തമാക്കി കർത്താവിന്റെ ഇടപെടലിലൂടെ കൃപയുടെ സമൃദ്ധിയില് നമ്മൾ ചിലത് ചെയ്യണം. അതൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ ഓർത്ത് ഞാൻ ഒത്തിരി നന്ദി പറയണം. ഞാൻ ഓർക്കാണ്, ഒത്തിരിയേറെ മക്കൾ ഈ കൂട്ടായ്മയിലുണ്ട്. ഇതൊരു കുടുംബമാണ്, നമ്മളൊരു വലിയൊരു കുടുംബം. ലോകം മുഴുവന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അനേക മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന വലിയൊരു കരുത്തുള്ള കൂട്ടായ്മയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ പ്രത്യേകം അഭിഷേകം ചെയ്ത് ഉയർത്തിയിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ശുശ്രൂഷ മുടങ്ങാതെ പോകത്തൊന്നുമില്ല. ഈ വർഷം മുഴുവനും ശക്തമായ ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അതും തിരിച്ചു പിടിക്കാൻ. ഞാനിത് പറയുമ്പോ വിലാപങ്ങളുടെ പുസ്തകത്തിലേക്കാണ് എന്റെ മനസ്സ് കടന്നു വന്നത്.
അതായത് ദൈവത്തിന്റെ ജനം ദൈവത്തെ കൂടെ നിർത്തി, ദൈവം പ്രവർത്തിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു, അതിശക്തമായിട്ട് മുന്നോട്ട് പോവാ. ആ സമയത്ത് ദൈവത്തെ കൈവിട്ടു, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. ജെറമ്യാ പ്രവാചകനോട് പറഞ്ഞു, മക്കളെ, നാശം വരും, തകർച്ച വരും, ദൈവത്തെ കൈവിടല്, പൊട്ടക്കിണറുകൾ കുഴിക്കല്, ജീവജലത്തിന് അരുവിയായ എന്നെ ഉപേക്ഷിക്കല്. അങ്ങനെ ദൈവം ജെറമ്യാ പ്രവാചകനിലൂടെ ശക്തമായി പറഞ്ഞു. എന്നാൽ ജനമോ ദൈവത്തെ വിട്ടു, കൽപ്പന വിട്ടു. ഇന്ന് ഈ കാലഘട്ടത്തില് പ്രിയപ്പെട്ട മക്കളെ, ജെറമ്യാ പ്രവാചകന്റെ അതേ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ എന്നല്ല, അതാണ് സത്യം. പള്ളി വേണ്ട, ഉദാശ വേണ്ട, ദൈവം വേണ്ട, കുടുംബം വേണ്ട, വിശുദ്ധി വേണ്ട, ഈ ലോകത്തിന്റെ അടിപൊളി ജീവിതം മതി. അങ്ങനെ അവസാന വിചാരം പ്രവാസത്തിലേക്ക് പോവാ. ആ പ്രവാസത്തിൽ അവരനുഭവിച്ച സങ്കടങ്ങള്, വേദനകള്, ഇതൊക്കെയാണ് വിലാപങ്ങളുടെ പുസ്തകത്തില് നമ്മൾ വായിക്കുന്നത്. അവിടെ ദയനീയമായ കുറെ കാര്യങ്ങളുണ്ട്. സ്വന്തം മക്കളെ പോലും വേവിച്ച് തിന്നുന്ന അമ്മമാര്, സ്ത്രീയ രാജാക്കന്മാര്, കോമളന്മാരായിട്ടുള്ള ആളുകള് ഇപ്പോൾ എല്ലിനോട് തൊലി ഒട്ടിച്ചേർന്ന് വികാരങ്ങളൊക്കെ എന്താ പറയാ, ആകാര വടിവൊക്കെ പോയി നശിച്ച് പട്ടിണി. അവിടെ പറഞ്ഞത് വാളുകൊണ്ട് മരിക്കുന്നവർ പട്ടിണി കൊണ്ട് മരിക്കുന്നവരെക്കാൾ ഭേദം. അതുപോലെ ദാരിദ്ര്യം, കഷ്ടപ്പാട്. ആ പുസ്തകം വായിച്ചാൽ മതി. അതിനുശേഷം അവസാനം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനത്തില് ഇവര് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. പണ്ടത്തേതുപോലെ ദൈവത്തിന്റെ കൂടെ, ദൈവത്തെ അനുസരിച്ച്, കൃപയിൽ ജീവിച്ച്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷം, സമാധാനം, കൃപ നിറഞ്ഞ പണ്ടത്തേതുപോലെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമുക്കൊരടിസ്ഥാനമുണ്ട്. നമുക്കൊരടിസ്ഥാനമുണ്ട് മക്കളെ. നമ്മുടെ കുടുംബങ്ങൾക്ക്, വിവാഹ ജീവിതത്തിന്, ക്രൈസ്തവ ജീവിതത്തിന്, പൗരോഹിത്യത്തിന് നമുക്കൊരു അടിസ്ഥാനമുണ്ട്. അത് ദൈവത്തിന്റെ കൂടെയുള്ള ജീവിതമാണ്. അപ്പൊ ആ ദൈവത്തിലേക്ക് തിരിക്കണം. അതുകൊണ്ട് ഇവര് പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ സമാധാനത്തില്, ഐക്യത്തില്, സ്നേഹത്തില്, വിശുദ്ധിയില്, പ്രാർത്ഥനയില്, വലിയ കൂട്ടായ്മയില് ജീവിച്ച ഒരു പണ്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ ജീവിച്ചാൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെ പാട്ടുണ്ടല്ലോ, പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാഥാ നീ തന്നിടണേ. അതെ, നമ്മുടെ കുടുംബങ്ങളെ ഐക്യത്തില്, സ്നേഹത്തില്, കൃപയില്, അഭിഷേകത്തില്, ശക്തിയില്, സംരക്ഷണത്തില്, അഭിവൃദ്ധിയില്, സമൃദ്ധിയില് നമ്മൾ തിരിച്ചു പിടിക്കണം. അതിനുള്ള വലിയൊരു ശുശ്രൂഷയിലേക്കാണ് ഇന്നു മുതല് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ ക്രൈസ്തവ കുടുംബത്തിന്റെ അടിസ്ഥാനം, ജീവിതത്തിന്റെ അടിസ്ഥാനം, സ്വർഗത്തിന്റെ സഹായം ലഭ്യമാകുന്ന മക്കള്, കർത്താവിൻ തിരുഹൃദയത്തിന്റെ സംരക്ഷണമുള്ള കുടുംബങ്ങള്, പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും ഉണ്ണീശോയും കൂടെ വസിക്കുന്ന കുടുംബങ്ങള്, വിശുദ്ധരുടെ കൂട്ടായ്മയുള്ള കുടുംബങ്ങള്, കൂദാശകളുടെ അതിസ്വാഭാവികമായ കൃപകൾ സ്വീകരിക്കുന്ന കുടുംബങ്ങള്. ഇതാണ് ക്രൈസ്തവ കുടുംബം. അതിന്റെ ആ ഒരു ചൈതന്യത്തില്, ശക്തിയില് നമ്മുടെ കുടുംബങ്ങൾ അടിസ്ഥാനമിട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ കർത്താവിലേക്ക് തിരിച്ച് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ കർത്താവിലേക്ക് തിരിച്ച് ആ പ്രതാപം, ആ ശക്തി നമ്മൾ തിരിച്ചു പിടിക്കുന്ന വലിയൊരു പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക്, ഒരു വലിയ ഒരു കൂട്ടായ്മയിലേക്ക് ഇനി അങ്ങ് പ്രവേശിക്കാൻ പോകും. ഇതിലൂടെ എഴുതിപ്പോയ മക്കളെ നമുക്ക് തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ടു പോയ സമാധാനം, സമ്പത്ത്, സ്ഥാനമാനങ്ങള്, ബിസിനസ് തിരിച്ചു പിടിക്കണം. സകലമാന മേഖലകളും നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക് അനുകൂലമാകണം. കണ്ണീ കണ്ടവന്മാര് പിടിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ മക്കള് പാപത്തില്, പ്രേമക്കുരുക്കില്, ആഭിചാരത്തില്, വശീകരണ യന്ത്രങ്ങളില്, അടിമത്തങ്ങളില്, ലൗജിഹാദില്, ഡ്രഗില്, ലഹരിയില്, മൊബൈൽ പിടുത്തത്തില്,
പിശാച് പിടിച്ചുകൊണ്ടുപോയ മക്കളെ തിരിച്ചു പിടിക്കണം. ലോകാരൂപി പിടിച്ച് അടിമപ്പെടുത്തി കെണിപ്പെടുത്തി വലയിൽ കുരുക്കിയിരിക്കുന്ന മക്കളെ തിരിച്ചു പിടിക്കണം. അതിന് മക്കളെ ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളൊക്കെ പരിശുദ്ധ പിതാവ് ഒരു വലിയ കാര്യം പറഞ്ഞു, അന്തിക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ കുറിച്ച്. അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കുടുംബങ്ങൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിലവിളിക്കണം, ഒത്തിരിയേറെ ഉറക്കം വിളിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കണം. കർത്താവിൽ, അവിടുത്തെ നാമത്തിൽ, അവിടുത്തെ ശക്തിയിൽ തിരിച്ചു പിടിക്കണം. തിന്മയുണ്ട്, അന്തിക്രിസ്തു ഇന്ന് ജനിച്ചു കഴിഞ്ഞു എന്നാണ് പരിശുദ്ധ പിതാവിന്റെ ഒരു സന്ദേശം കഴിഞ്ഞ ദിവസം അച്ഛന്മാരുടെ കൂട്ടായ്മയിൽ പങ്കുവച്ചപ്പോൾ ഞാൻ അതിനെ കുറിച്ചൊക്കെ പിന്നീട് പറഞ്ഞോളാം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് അത് നോക്കിയാൽ മതി. എവിടെയും തിന്മ, മ്ലേച്ഛത, വൈകൃതങ്ങള്, മദ്യം, ലഹരി, ആഭിചാര്യം, വശീകരണ യന്ത്രങ്ങള്, എന്താ പറയാ, ഒത്തിരിയേറെ മന്ദിപ്പിക്കുന്ന പ്രവൃത്തികള്, ഇതൊക്കെ നമ്മള് അതിശക്തമായിട്ട് ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രാർത്ഥനയുമായിട്ട് കർത്താവിന് മുമ്പിൽ ഇരുന്നപ്പോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ ഫ്രണ്ടിലിട്ട് തരിക. പ്രാർത്ഥിക്കാനുള്ള മേഖല, ശ്രദ്ധിക്കാനുള്ള മേഖല, മക്കളോട് പങ്കുവെക്കാനുള്ള കുറെ കാര്യങ്ങൾ, ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഇന്നു മുതല് നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ, നഷ്ടപ്പെട്ടു പോയ പ്രതാപം, നമുക്ക് നമ്മിൽ തന്നെ ഒരു ശക്തിയുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ കുടുംബജീവിതങ്ങൾക്ക്, നമ്മുടെ എല്ലാത്തിനും, പഠനത്തിനും ജോലിക്കും ബിസിനസ്സിനും സ്വഭാവത്തിനും എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വ്യത്യസ്തര മക്കളെ. ആ വ്യത്യസ്തത, ആ പ്രത്യേകത നഷ്ടപ്പെട്ടു പോയി പലതും കൊണ്ട്. അതിനെ കുറിച്ച് ഈശോ പറയും, നമ്മോട് അതിൽ നിന്നൊക്കെ തിരിച്ചു പിടിക്കണം. നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ, നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കാൻ, സഭയെ തിരിച്ചു പിടിക്കാൻ, പൗരോഹിത്യത്തെ തിരിച്ചു പിടിക്കാൻ, സന്യാസ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളതിന് റെഡിയാണല്ലോ മക്കളെ? യുദ്ധം തുടങ്ങാണ്. തിരിച്ചു പിടിക്കണമെങ്കിൽ ശത്രുവിനെ കീഴ്പ്പെടുത്തണം, ശത്രുവിനെ പരാജയപ്പെടുത്തണം. നിസാരമല്ല. ഇതൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഇനി പറയും. അതുകൊണ്ട് നമുക്കൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം, യുദ്ധത്തിലേക്ക്. ശത്രുവിനെ കീഴ്പ്പെടുത്തി അവന്റെ പിടിയിൽ അമർന്നു പോയ യെശയ്യാ 49:24 നമ്മള് പലവട്ടം കേട്ട വചന. ശക്തനിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കാൻ കഴിയുമോ? കഴിയും. ശക്തനിൽ നിന്ന് അടിമകളെയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെയും ഞാൻ മോചിപ്പിക്കുകയും നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കും. ശക്തന്റെ പിടിയിൽ ഇരയായി പോയ മക്കള്, സ്വേച്ഛാധിപതിയുടെ പിടിയിൽ അടിമകളായി പോയ മക്കള്, പിശാച് പിടിച്ചെടുത്ത് അവന്റെ ഇരയാക്കി, പിശാച് അടിമപ്പെടുത്തി അവന്റെ അടിമയാക്കി. അതിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ വൈദികരെ, നമ്മുടെ സന്യസ്തരെ, നമ്മുടെ അഭിമന്യ പിതാക്കന്മാരെ, നമ്മുടെ സഭയെ തിരിച്ചു പിടിക്കണം. മക്കളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ തിരുക്കുടുംബം നമ്മുടെ കൂടെയുണ്ട്. യോസേപ്പ് പിതാവ്, ഉണ്ണീശോ, വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, മാലാഖമാര് നമ്മുടെ കൂടെയുണ്ട്. സ്വർഗ സൈന്യം മുഴുവനും നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ രക്തസാക്ഷികളും നമ്മുടെ സഹസഹോദരന്മാരായിട്ട് കൂടെയുണ്ട്. എല്ലാവരോടും ചേർന്ന് ആ പ്രതാപം നമുക്ക് തിരിച്ചു പിടിക്കാൻ ഈ പുതിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇനി അങ്ങോട്ട് ഒരു വലിയൊരു യാത്രയാണ്. യുദ്ധമാണ്, യാത്രയല്ല, യുദ്ധമാണ്. നമുക്ക് ഒരുമിച്ച് പോരാടാം, ശക്തമായി പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങളും അതിനുശേഷം ആരാധനയില് നമ്മുടെ കർത്താവിന്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു പിടിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേ. ദിവസങ്ങളൊക്കെ ഇവിടെ ധ്യാനമാണ്. അങ്ങോട്ട് പല ധ്യാനങ്ങള്, കൺവെൻഷനുകള്, നമ്മൾ ദിവികാരന്റെ യാത്ര. ഞാൻ ഓർക്കാണ്, പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഈശോ വിളിച്ചുകൊണ്ട് ശക്തമായൊരു ഗ്രൂപ്പ്. ഈ തിരിച്ചു പിടിക്കലിന്റെ മറ്റൊരു തലം, ഓരോ ദേശങ്ങൾ പിടിച്ചെടുത്ത പിശാചിന്റെ പിടിയിൽ നിന്ന് ആ ദേശത്തെ യേശുവിന്റെ സാന്നിധ്യം കൊണ്ട്, യേശുവിന്റെ ശക്തി കൊണ്ട് തിരിച്ചു പിടിക്കുന്ന ദിവ്യകാരുണ്യ യാത്രകള്, ജപമാല പ്രദക്ഷിണങ്ങള്, ഡെലിവറൻസ്, വിടുതൽ പ്രാർത്ഥനകള്, കർത്താവിനെ ശക്തി വിളിച്ചിറക്കുന്ന തിരുരക്തത്തിന്റെ ശക്തമായ പ്രാർത്ഥനകള്, മാതാവിനെ വിളിച്ചിറക്കുന്ന ദൈവകൃപ നിറഞ്ഞ മറിയമേ വിളിച്ചിറക്കുന്ന ജപമാല പ്രാർത്ഥനകൾ. അങ്ങനെ
ദുഷ്ടന്റെ പിടിയിൽ അമർന്നു പോയ നാടിനെ, ദേശത്തെ, കുടുംബങ്ങളെ, മക്കളെ, സഭയെ, പൗരോഹിത്യത്തെ, സന്യാസ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറണം മക്കളെ. ഇല്ലെങ്കിൽ തോറ്റുപോകും. ദുഷ്ടന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് ഇടയാകട്ടെ. അതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ ടോക്ക് എന്ന് വെച്ചാൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ ഈ ശുശ്രൂഷയുടെ മക്കളെ ഇത് പറഞ്ഞു കൊടുത്ത് ഇത് നിങ്ങൾ അനേക മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കും. ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകതയാണിത്. പറയാറുണ്ടല്ലോ, ഇത് ശക്തമായ പോരാട്ടമാണ്. ഒരു ആത്മീയ പോരാട്ടം നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി അതിനെതിരെ നമ്മൾ ഉണർന്ന് പിടിച്ചില്ലെങ്കിൽ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ, തിരിച്ചു പിടിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ നശിപ്പിക്കും. അന്ത്യകാലത്തിന്റെ അന്ത്യക്രിസ്തുവിന്റെ സാന്നിധ്യവും ശക്തമായ പ്രവൃത്തികളും അതിപ്രബലമായിരിക്കുമ്പോ നമ്മൾ ഒരുമിച്ച് നിന്ന് കർത്താവിന്റെ മക്കൾ, ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ നിങ്ങൾ വിലമതിക്കണം, അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഈ ചാനല് നിങ്ങൾ വിലമതിക്കണം, അനേകരിലേക്ക് എത്തിക്കണം. നിങ്ങൾ ഷെയർ ചെയ്യണം, ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, അനേകരോട് പറയണം. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സുവിശേഷ വേലയാണ് ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു പ്രവൃത്തിയും, ഈ തിരിച്ചു പിടിക്കലും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അല്പസമയ പ്രാർത്ഥനയോടെ ദിവ്യകാനസ്ഥാനത്തില് നമുക്ക് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിയും അച്ഛനു വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ദുഷ്ടന്റെ പിടിയിൽ അമർന്നു പോയ കുടുംബങ്ങളെ, മക്കളെ തിരിച്ചു പിടിക്കാൻ പോവാ. അവൻ വെറുതെ ഇരിക്കില്ല. നമ്മൾ കർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ കർത്താവിന്റെ വാഗ്ദാനത്തിൽ വലിയൊരു വാഗ്ദാനമാണത്. അത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കും കർത്താവിനോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യിക്കാം, തിരിച്ചു പിടിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രാർത്ഥനയോടെ ദിവ്യകാനസ്ഥാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ കർത്താവേ, അങ്ങ് ഞങ്ങളെ എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത്. അങ്ങ് ഞങ്ങളോട് എല്ലാം പറഞ്ഞു. ഞങ്ങൾ ജീവിക്കാൻ, ഞങ്ങൾ നശിക്കാതിരിക്കാൻ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, അതുപോലെ തന്നെ അങ്ങയുടെ വഴിയിലൂടെ ചരിച്ച് ഞങ്ങൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി അങ്ങ് തന്നെ ഞങ്ങളുടെ കൂടെ വസിക്കുന്നു. ദിവ്യകാരുണ്യമായിട്ട് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ തിരുമനസ്സായ കർത്താവേ, അങ്ങ് വിട്ടുപോയ മക്കള്, അങ്ങ് പറഞ്ഞ വഴി വിട്ടുപോയ മക്കള്, അതുപോലെ നശിച്ചു പോയ മക്കള്, അതൊരു വശത്ത്, മറുവശത്ത് സാത്താന്റെ ശക്തമായ ആധിപത്യം, അവന്റെ പ്രവൃത്തികള്, അവന്റെ കെണി, അവന്റെ വല, അതിൽ പെട്ടുപോയ മക്കള് കർത്താവേ, അതിലൊക്കെ വീണ് ലോകാരൂപിക്ക് അടിമപ്പെട്ട് ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ മക്കള് നശിച്ചു പോയിരിക്കുന്ന അവസ്ഥ, നശിച്ചുപോയ ഒത്തിരിയേറെ മേഖലകള്, വൈദികര്, സന്യസ്തര്, സഭയുടെ പല സംവിധാനങ്ങളും കർത്താവ്, ഞങ്ങളുടെ ജോലി, സമാധാനം, സമ്പത്ത്, പഠനം, ബിസിനസ്, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം തിരിച്ചു പിടിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവേ, ഇന്നു മുതൽ വലിയൊരു യുദ്ധത്തിലേക്ക് അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുമ്പോ കർത്താവേ, ആ യുദ്ധം നയിക്കുന്നത് അങ്ങാണ്. അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് യുദ്ധം ചെയ്ത് ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കണമേ. നഷ്ടപ്പെട്ടു പോയ മക്കളെ, നഷ്ടപ്പെട്ടു പോയ എല്ലാത്തിനെയും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തന്നെ യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കണമേ ഈശോയെ. അതിനു വേണ്ടി ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ വൈദികരെ, ഞങ്ങളുടെ സന്യസ്തരെ അങ്ങയിലേക്ക് തിരിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. ശക്തനിൽ നിന്ന് ഇരയെയും സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയും വിടുവിക്കാൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, അതിനുവേണ്ടി അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ ശക്തമായ ഇടപെടലിനു വേണ്ടി ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നു.
ഞങ്ങൾ ഹൃദയങ്ങൾ ഉയർത്തുന്നു, ഞങ്ങളുടെ അവസ്ഥകളെ സമർപ്പിക്കുന്നു. അടിമപ്പെട്ടു പോയ മേഖലകള്, പിടിപ്പെട്ടു പോയ മേഖലകള്, ശത്രുവിന്റെ ഇരയായി പോയ മേഖലകള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പോരാടണമേ, യുദ്ധം ചെയ്യണമേ, തിരിച്ചു പിടിക്കണമേ. ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ സന്നിധിയില് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കട്ടെ. സ്വന്തമാക്കാൻ കർത്താവിങ്കിലേക്ക്, അവിടുത്തെ വചനത്തിലേക്ക്, അവിടുന്ന് പറഞ്ഞ വഴിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും മക്കളും എല്ലാവരും തിരിയട്ടെ. അങ്ങനെ പണ്ടത്തേതുപോലെയുള്ള സമാധാനവും സ്വസ്ഥതയും, സമാധാനവും വിശുദ്ധിയും, ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം അനുഗ്രഹിക്കുവാൻ, എല്ലാം സ്വന്തമാക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും ഇടയാകട്ടെ. അതിനുവേണ്ടിയുള്ള ശുശ്രൂഷയെ കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പങ്കെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ശുശ്രൂഷയെ വളർത്താൻ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവ്, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങ് തിരിച്ചു പിടിക്കണം, അങ്ങ് അനുഗ്രഹിക്കണം, അങ്ങ് മോചിപ്പിക്കണം. സമാധാനത്തില്, സന്തോഷത്തില്, സമൃദ്ധിയില്, വിജയത്തില് എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ ഈ വലിയ ശുശ്രൂഷ കാരണമാകണം. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച്, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഒത്തിരി ശുശ്രൂഷകള്, ധ്യാനങ്ങള്, കൺവെൻഷനുകള്, പുറത്തുള്ള ധ്യാനങ്ങള്, മീഡിയ മിനിസ്ട്രി, അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യ യാത്രകള്, ജപമാല പ്രദക്ഷിണങ്ങള്, തിരിച്ചു പിടിക്കാനുള്ള, ദുഷ്ടന്റെ പിടിയിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും ശുശ്രൂഷകളെയും യാത്രകളെയും കർത്താവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ സഹായിക്കാൻ അനേക മക്കൾ കൂട്ടിച്ചേർക്കപ്പെടണം. സാന്നിധ്യം കൊണ്ടും സാമ്പത്തികത കൊണ്ടും ഒത്തിരിയേറെ കൂടെ വന്നും സഹായിക്കാൻ അനേക മക്കളെ കർത്താവേ അങ്ങ് ഉണർത്തണമേ, ഉയർത്തണമേ. ശക്തമായ മധ്യസ്ഥം എല്ലാ മക്കളും വഹിക്കാൻ ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും ചൊരിഞ്ഞ്, വരങ്ങൾ ചൊരിഞ്ഞ് കർത്താവേ അങ്ങയുടെ ശക്തമായ ഇടപെടൽ അനുഭവിച്ച് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, തിരിച്ചു പിടിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ തിരിച്ചു പിടിക്കാൻ വേണ്ട വലിയ അഭിഷേകം ഈ ശുശ്രൂഷയിലുടനീളം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.